എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയ ഒരു അറിവിലേക്ക് പോവുകയാണ്. എല്ലാവർക്കും ഹനുമാനെക്കുറിച്ച് അറിയാം. ഇപ്പോൾ ഹനുമാനെക്കുറിച്ചും ഹനുമാൻ ചാലിസയെക്കുറിച്ചും എൻ്റെ എളിയ അറിവിൽ എൻ്റേതായ രീതിയിലൊന്ന് വ്യാഖ്യാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ജയ് ശ്രീരാം. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളും ശ്രീരാമൻ്റെ പരമഭക്തനുമാണ് ഹനുമാൻ. അഞ്ജനാദേവിയുടെയും കേസരിയുടെയും പുത്രനായ ഇദ്ദേഹം വായുദേവൻ്റെ അംശമായാണ് കണക്കാക്കപ്പെടുന്നത്. ശക്തിയും ബുദ്ധിയും ഭക്തിയും വിനയവും എന്നിവയെല്ലാം ഒത്തുചേർന്ന വാനരശ്രേഷ്ഠനാണ് ഹനുമാൻ. ഹനുമാൻ ചിരഞ്ജീവി ആണെന്നാണ് അറിയപ്പെടുന്നത്. ചിരഞ്ജീവി എന്ന് വെച്ചാൽ മരണമില്ലാത്തവൻ. രാമായണത്തിൽ ഹനുമാൻ്റെ സുപ്രധാന സാന്നിധ്യമുള്ള സന്ദർഭങ്ങളാണ് സീതാന്വേഷണം, ലങ്കാദഹനം, മരുത്വാ മലയോടുകൂടി മൃതസഞ്ജീവനി ഔഷധം കൊണ്ടുവന്നത്. ഹനുമാൻ്റെ രാമഭക്തി അവർണ്ണനീയമാണ്. അചഞ്ചലമായ ഭക്തി പ്രകടിപ്പിക്കുവാൻ തൻ്റെ നെഞ്ചു പുലർന്ന് രാമനെയും സീതയെയും കാണിച്ചു തന്ന കഥ എല്ലാവർക്കും അറിയാമല്ലോ. ഹനുമാൻ എപ്പോഴും പാടുന്നത് രാമനെക്കുറിച്ച് മാത്രമാണ്. എവിടെ രാമനാമം ഉച്ചരിക്കുന്നുവോ അവിടെയൊക്കെ ഹനുമാൻ്റെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. അപ്പം ഈ ഹനുമാൻ ചാലിസ എന്ന് പറയുന്നത് തുളസീദാസ രാമായണത്തിലെ, അതായത് രാംചരിത് മാനസ്. തുളസീദാസൻ ഹിന്ദിയിലെ പ്രാചീന കവിയാണ് തുളസീദാസ്. തുളസീദാസ് എഴുതിയ രാംചരിതമാണ് രാമചരിത മാനസം എന്നറിയപ്പെടുന്ന രാമായണം. തുളസി രാമായണം എന്ന് പറയും. രാംചരിത് മാനസ്, ഹിന്ദിയിൽ രാംചരിത് മാനസ് എന്നാണ് പറയുന്നത്. രാംചരിത മാനസം എന്ന പേരിൽ തുളസീദാസൻ എഴുതിയ രാമായണമാണ് ഇത്. പ്രാചീന ഹിന്ദിയായ വ്രജഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഈ രാംചരിത് മാനസിൽ തൻ്റെ ഇഷ്ടദൈവവും പ്രത്യക്ഷമൂർത്തിയുമായ ഹനുമാനെ 40 ഈരടികൾ കൊണ്ട് തുളസീദാസ് പ്രകീർത്തിക്കുന്നുണ്ട്. ഈ കീർത്തനമാണ് ഹനുമാൻ ചാലിസ. അപ്പോൾ വ്രജഭാഷയിൽ എഴുതിയതുകൊണ്ട്, പ്രാചീന ഹിന്ദിയായ വ്രജഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇന്നത്തെ ഹിന്ദി ഭാഷയുടെ ഉച്ചാരണത്തിൽ നിന്നും അല്പം വ്യത്യാസമാണ് ഈ ചാലിസയുടെ ഉച്ചാരണം. ചാലിസ എന്ന് പറഞ്ഞാൽ 40 ഈരടികൾ. അതാണ് ചാലിസ. ഹനുമാൻ്റെ 40 ഈരടികളാണ് ഹനുമാൻ ചാലിസ. എങ്കിലും രാമഭക്തരും ഹനുമത് ഭക്തരുമായ ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ചാലിസയിലോട്ട് കടക്കാം. എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഒരു ശൈലി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്നോടൊപ്പം എപ്പോഴും വേണം. ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ട്, ഹനുമാൻ സ്വാമിയെ ധ്യാനിച്ചുകൊണ്ട് എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ചാലിസയിലെ വരികളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദിവസം 2 ഈരടികൾ വെച്ച് നമുക്ക് നോക്കാം. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഠ്യം വാക്പടുത്വം ജ ഹനുമത് സ്മരണാത് ഭവേത്. ഒന്നുകൂടെ പറയാം. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഠ്യം വാക്പടുത്വം ജ ഹനുമത് സ്മരണാത് ഭവേത്. ഇവിടെ പറയുന്നത്, ഹനുമാനെ ഭജിച്ചാൽ ബുദ്ധി, ബലം, കീർത്തി, ധൈര്യം, നിർഭയത്വം, ആരോഗ്യം, ഉണർവ്, വാക് സാമർഥ്യം എന്നിവ നൽകി ഹനുമാൻ അനുഗ്രഹിക്കും എന്ന് മാത്രമല്ല, രാമദുവാരെ തും രഘുവാരെ ഹോത്തിന ആജ്ഞാ ബിന് പൈസാരെ. ഒന്നുകൂടെ. രാമദുവാരെ തും രഘുവാരെ ഹോത്തിന ആജ്ഞാ ബിന് പൈസാരെ. സ്വർഗവാതിലിലെ കാവൽക്കാരനാണ് ശ്രീ ഹനുമാൻ. അദ്ദേഹത്തിൻ്റെ ആജ്ഞയില്ലാതെ ആർക്കും ഈശ്വര സന്നിധിയിൽ പ്രവേശനമില്ല. അതിനാൽ എല്ലാവരും ഹനുമാനെ ഭജിക്കൂ,
അതുവഴി ഈശ്വരാനുഗ്രഹം നേടൂ. ഹനുമാന്റെ ഉത്തമ ഭക്തനായ തുളസീദാസൻ്റെ ഹനുമാൻ ചാലിസ പാരായണം ചെയ്ത് ഈശ്വരൻ്റെ പ്രത്യക്ഷ ദർശനം നേടൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദേഹശുദ്ധിയോടും ഭക്തിയോടും കൂടി ഈ ഹനുമാൻ ചാലിസ നിത്യവും ഉരുവിടുന്ന ഭക്തന് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും വിജയവും അഭിവൃദ്ധിയും ഐശ്വര്യവും കൈവരും. എല്ലാവരെയും ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് നാളെ ചാലിസയുടെ ഈരടികൾ നോക്കാം.